പറയാം. പിസ്റ്റലിൽ ഒറ്റ റൗണ്ടിൽ 16 ബുള്ളറ്റോടൊപ്പം റിവോൾവറിൽ വെറും 6 റിവോൾവർ വെറും ലാഗാണ്. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാൽ ഇത് വലിയ കാര്യമൊന്നുമില്ല. 10 എടുത്ത് വാച്ചാൽ മതി. എന്ന് പറയാം അഭിനയം സംഭവം എനിക്കറിയില്ല. എല്ലാ സിനിമയും ഒരേപോലെ ഒരേ ഫോർമാറ്റ്, ഡാൻസ്, സ്റ്റണ്ട്. ഡാൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആറാട്ടണ്ണൻ ഇടക്കിടയ്ക്ക് കുരു പൊട്ടാറുണ്ട്. അത് കാരണം ആറാട്ടണ്ണൻ എയറിൽ പോകാറുമുണ്ട്. അപ്പം നമ്മുടെ ആറാട്ടണ്ണൻ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ വിജയുടെ ബർത്ത്ഡേ അന്ന് 22 ജൂൺ 22 ദളപതി വിജയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ആറാട്ടണ്ണൻ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഈ വിജയ്ക്ക് അഭിനയിക്കാൻ അറിയത്തില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറയാമല്ലോ ആറാട്ടണ്ണ, നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ. ഞാൻ ഇപ്പം കാണിച്ചു തരാം. ആദ്യം ആറാട്ടണ്ണൻ പറയുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു പോകും. എന്ന് പറയാം അഭിനയം സംഭവം എനിക്കറിയില്ല. എല്ലാ സിനിമയും ഒരേപോലെ ഒരേ ഫോർമാറ്റ്, ഡാൻസ്, സ്റ്റണ്ട്. ഡാൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊരു പറഞ്ഞാൽ പുള്ളിയുടെ സിനിമയ്ക്ക് വൃത്തികളില്ല, വൾഗാരിറ്റിയില്ല. അല്ലെങ്കിൽ MGR സിനിമ രണ്ടിക സിനിമ പോലെ ഇന്ന് പുള്ളിയുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. പുള്ളി ആ പബ്ലിസിറ്റി പേജ് ഇലക്ഷൻ ഇറങ്ങിയിരിക്കുക, പൊളിറ്റിക്സിൽ ഇറങ്ങിയിരിക്കുക. കുറേ മണ്ടന്മാരെ ഫാൻസുകാരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. ഇവരെല്ലാം കോടികൾ ഉണ്ടാക്കുമ്പോൾ ഈ ഫാൻസുകാർക്ക് എന്താ കിട്ടുന്നത്? ഇവരെ നോക്കി ഫാൻസുകാർ മണ്ടന്മാരാണ്. അത് ജയിത്താൻ പറഞ്ഞാൽ ശരിയാണ്. തലച്ചോറ് ഉപയോഗിക്കാത്തവരാണ്. ഒരു അഭിനയിച്ചാത്ത ഒരു ഫിലിം പോലും വിജയം ചെയ്തിട്ടില്ല. എല്ലാം മാസ് പടങ്ങൾ, കാശിൻ്റെ അവന് മാത്രം. രണ്ടികാലം ഇവരെ പണ്ട് കാലത്തും ചെയ്തിട്ടുണ്ട്. ഭാഷയ്ക്ക് ശേഷം അങ്ങനെ ആയത്. ഈ മാസ് സിനിമ ചെയ്ത ആൾക്കാർ ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇപ്പോൾ പുലിമൂലം സിനിമ മാസായിക്കാൽ മനസ്സിലാക്കി ജനങ്ങളെ പറ്റിക്കുക ചെയ്ത മണ്ടന്മാരായ ജനങ്ങൾ നിന്ന് കൊടുക്കുക. പുലിമൂലം ശരിക്കും മാസാക്കി മനസ്സിലാക്കി ആൾക്കാർ മണ്ടന്മാരാക്കുകയും ചെയ്ത മണ്ടന്മാരെ നിന്ന് കൊടുക്കുക. ആൾക്കാർ ഒരു പോപ്പുലേഷനിലുള്ള 90% ആൾക്കാർ മാസാണ്, ചിന്തിക്കാത്തവരാണ്. ആമാര് മണ്ടന്മാരാക്കലാണ് രാഷ്ട്രീയത്തിൽ സിനിമയിലെല്ലാം കാണിക്കുന്നത്. രാമലീല സിദ്ധിക്ക് തരാതെ പറയില്ല. പൊതുജനം കഴുതാം. ജനങ്ങളെ പറ്റിക്കാനാണ് ബുദ്ധിമുട്ട്. മണ്ടന്മാരെ നിൽക്കാൻ നിന്ന് കൊടുക്കുകയാണ്. ഫാൻസുകാർ പറയുന്നത് വെറും മണ്ടന്മാരാണ്. എന്താ അവർക്ക് കിട്ടുന്നത്? ഇന്ന് ഇവർ യൂസ് ചെയ്യുകയാണ്. ചെയ്താൻ ശരിയാണ്. വിജയ് ഒരു മികച്ച നടന്നല്ല. വിജയ് വെറും സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. ഒറ്റ സിനിമ പോലും അഭിനയിച്ച റോൾ ചെയ്തിട്ടില്ല. വിജയ് ഒരു മികച്ച നടനല്ല. അപ്പൊ ഇതൊക്കെ ഇത്രയും വലിയ സംഭവമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആറാട്ടണ്ണൻ അഭിനയ ഗുണപതിയായിരിക്കും. എന്തായാലും അതിൽ വേറെ മാറ്റം കാണില്ല. വിജയുടെ അഭിനയം കൊള്ളൂല, അല്ലെങ്കിൽ മോഹൻലാൽ, പുലിമുരുകൻ ആ അഭിനയം കൊള്ളൂല എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ അഭിനയിക്കുന്ന അഭിനയം കൊള്ളൂല എന്ന് പറയുമ്പോൾ നമുക്ക് അവരെക്കാളും അഭിനയിക്കാനുള്ള കഴിവ് വേണം. മനസ്സിലായി? അല്ലെങ്കിൽ അവരെ കളിയാക്കാൻ നിൽക്കരുത്. ഇപ്പൊ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറയും. മനസ്സിലായി? ഇത് വിജയ്ക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, എല്ലാം ചുമ്മാ മാസ് പടം, അങ്ങനെ ഇങ്ങനെ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് അഭിനയിക്കണം. എന്തായാലും നമ്മുടെ ആറാട്ടണ്ണൻ്റെ ഒരു അഭിനയം ഞാൻ അങ്ങ് കൊടുക്കാൻ കണ്ട് എൻ്റെ മോനെ ചിരിച്ച് മണ്ണ് കപ്പി വെള്ളം തുപ്പി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആറാട്ടണ്ണൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ അങ്ങ് കൊടുക്കാം. ഫ്രൈഡേ മാൻ. നമുക്കൊന്ന് കാണാം. നോട്ടം കണ്ട എൻ്റെ മോനെ, എങ്ങനെ ആറാട്ടണ്ണൻ ഇത്രയും നട്ടിമാരെ പ്രപ്പോസ് ചെയ്തിട്ട് ആരും വീഴുന്നില്ലല്ലോ. ഇത് പറ്റിയ നോട്ടം കണ്ട വീഴുമല്ലോ. അമ്മാതിരി നോട്ടം. എന്നെ അഭിനയം പറയത്തില്ല കേട്ടോ ഇത് അഭിനയമാണെന്ന്. ആറാട്ടണ്ണൻ തട്ടിക്കൊണ്ട് പോവുക, ആറാട്ടണ്ണനൊക്കെ തട്ടിക്കൊണ്ട് പോവുക. നമുക്ക് നോക്കാം. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടതാ? ഇതെന്താ റാപ്പോ? ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാ സ്പോട്ട് ഞാൻ പൊട്ടിക്കും. കുറെ നേരമായി. റിവോൾവറാണ്, പിസ്റ്റളാണോ? അതെ, എന്ത് ചീഞ്ഞ അഭിനയടാ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്ത് ചെയ്യാനോ? ഇത് ജീവാവല്ല പിസ്റ്റല? എന്തൊരു അഭിനയം ആറാട്ടണ്ണ. നിങ്ങളാണ് ദളപതി വിജയെ കുറ്റം പറഞ്ഞത്. ബാച്ചായിരിക്കണം അഭിനയം. ഇതാണ് പറയുന്നത്. ഈ കുറ്റം പറയണമാർക്ക് ഇതുപോലെ പിടിച്ചൊന്ന് അഭിനയിക്കാം, ഇരുത്തി നോക്കണം. ഈ റിവ്യൂ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. റിവ്യൂ പറയും നമ്മുടെ പൈസ കൊടുത്ത് കാണുന്ന സിനിമ, അതിൻ്റെ അഭിപ്രായം പറയാം. പക്ഷെ വന്നിട്ട് ആ നടൻ അഭിനയിച്ചത് കൊള്ളൂല, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ അടിച്ചു വിടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊന്ന് അഭിനയിച്ച് നോക്കണം. ചുമ്മാ ഇരുന്ന് വായിക്ക് തോന്നി വിളിച്ച് പറയുക അഭിനയിച്ചപ്പോൾ നല്ലതായിരിക്കണേ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്തായാലും വേണമെന്ന്. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്തായാലും വേണം? ഇത് റിവോൾവറാ, പിസ്റ്റല?
വാച്ചായിരിക്കണം അണ്ണാ, വാച്ചായിരിക്കണം. ഞാൻ മിക്കവാറും ഒരു അവാർഡ് അങ്ങോട്ട് എടുത്തങ്ങ് തരും, നോക്ക്. പറയാം. പിസ്റ്റളിൽ ഒറ്റ റൗണ്ടിൽ 16 ബുള്ളറ്റുള്ളപ്പം റിവോൾവറിൽ വെറും 6 ഇവളോ വെറും ലാഗാണ്. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാൽ ഇത് വലിയ കാര്യമൊന്നുമില്ല, 10 എടുത്ത് വാച്ചാൽ മതി. അനീഷേ, നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞു. എന്താ PSC ക്ലാസ് എടുത്തത് ആദ്യം? PSC ക്ലാസ് എടുക്കണ പോലാണ്. ഭയങ്കര അഭിനയം, ഇതാണ് പറഞ്ഞ തളപതിയെക്കാളൊക്കെ അഭിനയം കേട്ടോ. അഭിനയം കുലപതിയാണ്, വേറെ ലെവലാണ്. നിങ്ങൾ അങ്ങനെ കുറച്ചാണല്ലോ 6 ഇത് നോട്ടോടാ, ചീഞ്ഞ നോട്ടം. എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തന്നോട് കാര്യം പറയാനുണ്ട്. തൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നിത്യമേന പോലെ, തൻ്റെ ചുണ്ട് കണ്ടു കഴിഞ്ഞാൽ PS1 തീർച്ചയായും പോലെയുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾ മിണ്ടാതിരുന്ന നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ നോക്കാം. അപ്പോൾ ഒന്നും ചെയ്യാനല്ല, എനിക്കിന്നെ ഫിലിം റിവ്യൂ ഉള്ളതാ. എന്ത് റിവ്യൂ? വീട്ടിലേലും കുഴപ്പമില്ല, ഇവളുടെ ഒപ്പം ഇരിക്കാമല്ലോ. പൂക്കേട്ടേ കാവടി, എന്റെ പൊന്നടാവേ, ഈ സാധനമാണ് അഭിനയം. ഇതാണ് ആറാട്ടെണ്ണൻ പറഞ്ഞ എന്തോ വേറെ ലെവല് മാസ് അഭിനയം, മനസ്സിലായ? ഇതാണ് ആറാട്ടെണ്ണൻ അഭിനയം. ഇങ്ങനെയാണ് ദളപതി വിജയുടെ അഭിനയത്തിന് കുറ്റം പറഞ്ഞത്. വിജയ്ക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, എല്ലാം ഒരേ മോഡൽ പടമാണ്. നന്നായിരിക്കണം കേട്ടോ. ആ ഷോർട്ട് ഫിലിമിൽ വേറെ ആരെങ്കിലും ആ സ്ഥാനത്തിരുന്ന് ചിലപ്പോൾ കൊള്ളായിരിക്കുമായിരുന്നു, സീരിയസ്ലി. ഇതാണ് അഭിനയം. ആറാട്ടെണ്ണൻ്റെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ അഭിനയമാണ്. ഇത് നമ്മൾ ആരും കാണാത്ത കേൾക്കാത്ത കണ്ടിട്ടില്ലാത്തത് അഭിനയം, ഒന്നൊന്നര അഭിനയം. ഈ അഭിനയത്തിന് അവാർഡല്ല കൊടുക്കേണ്ടത്. നല്ല 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 ഇതാണ്, നല്ല ഒന്നാം തരം അഭിനയം അഭിനയിച്ചിട്ടാണ് ബാക്കിയുള്ളവർ കുറ്റം പറയാൻ വന്നിരിക്കുന്നത്. ഇതാണ് പറയണത്. ഞാൻ ആരും അഭിനയത്തിനൊന്നും കുറ്റം പറയാൻ പോകത്തില്ല, മനസ്സിലായി? എനിക്ക് ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. പക്ഷേ ഒരാളുടെ അഭിനയത്തിനൊന്നും ഞാൻ കുറ്റം പറയത്തില്ല, മനസ്സിലായി? അവർ കഷ്ടപ്പെട്ട് അവരുടേതായ രീതിയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊന്നിന്നതാ എൻ്റെ അഭിനയം കൊള്ളൂല, അവൻ അഭിനയിക്കാൻ അറിയത്തില്ല. ഇത് ആറാട്ടെണ്ണ ഇത് വെച്ചായിരിക്കണം. നിങ്ങൾ അഭിനയിച്ചപ്പോഴേ വിജയുടെ പടത്തിന് പൊട്ടിക്കും. നിങ്ങളിത് കൊണ്ട് തിയേറ്ററിൽ ഇറക്കും. തിയേറ്ററിൽ ഇറക്കിയിട്ടെന്നില്ലേ, തിയേറ്ററിൽ ഇറക്കിയിട്ട് ആഘോഷിക്കും. മിക്കവാറും പാലഭിഷേകമായിരിക്കും, മുട്ടാഭിഷേകമായിരിക്കും നിങ്ങളൊക്കെ ഈ പടം കൊണ്ട് തിയേറ്ററിൽ ഇറക്കിയ. ഇത് പിസ്റ്റലാണോ റിവോൾവറാണ്? എന്നെ എന്തിനാ കൊണ്ടിട്ടതേ? ഇതെന്തര അഭിനയോ? ഇങ്ങനെ അഭിനയിക്കണം ആറാട്ടെണ്ണ? വെച്ചായിരിക്കുന്നു അഭിനയം പോലെ. അഭിനയ കുലപതിയാണ് ആറാട്ടെണ്ണ. എന്തായാലും കൊള്ളാടെ. ഇങ്ങനെ ഒന്നൊന്നര അഭിനയം അഭിനയിച്ചിട്ടാണ് നാട്ടുകാരെ കുറ്റം പറയാൻ നടക്കുന്നത്. അഭിനയം പോലും. മേലാലും ഷോർട്ട് ഫിലിം എന്നാ സിനിമ എന്നാ വല്ല വീഡിയോ എന്ന് പറഞ്ഞ് ഇറങ്ങിയ അപ്പം കാണാം ബാക്കി. വിജയെ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുന്നു. ലെവലേശം ക്വാളിറ്റി ഉണ്ടോ? ലെവലേശം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് പുതിയ വീഡിയോ ആയിട്ടാണ്.